ചെമ്മന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മുടെ അളിയന്റെ വീട് ഇവിടെയാണ്. ഇത് അളിയന്റെ മോനാണ് ധീരജ്. എടാ എന്താ പരിപാടി? ചായ കുടിക്കാൻ ഒരു വർഷം നേരോ നമ്മളിന്നുണ്ടല്ലോ ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അപ്പുറമുള്ള പാണ്ഡ്യേലി എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ്. അളിയനും പിന്നെ ചേച്ചികളും കൂടിയിട്ട് പുറത്തേക്ക് പോയി. അവര് വർക്കിനായിട്ട് പോയി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവന്റെ അനിയത്തി ഉണ്ട്. അവൾക്കാണെങ്കിൽ പനി പിടിച്ച് മോളി കിടപ്പാ. അപ്പോൾ അവളും വന്നോന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ടൈമില് അവൾക്ക് പനി പിടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. ഈ ഇരിക്കുന്ന ആക്റ്റീവ് ഉണ്ടോ? ഈ ആക്റ്റീവ് ഉണ്ടോ എൻ്റെ വണ്ടി? അപ്പോൾ ഇത് അളിയൻ്റെ വണ്ടിയാണ്. എടാ നമുക്ക് എൻ്റെ വണ്ടിയിൽ പോയോ? ആക്റ്റീവിൽ പോയാൽ പോരടാ. ഇവിടെ ചേച്ചിക്ക് ഗാർഡനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ ചെടികളാണ് ഈ കാണുന്നത്. നീ വണ്ടി എടുത്തോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം. ആ താക്കോലല്ലേ, എന്നാ പിടിച്ചോ താക്കോൽ. എന്നാ പിന്നെ നമുക്ക് പോയാലോ? പോവാം. ഒരു എൻ്റെ ഹെൽമെറ്റ് ഒക്കെ കേട്ടോ. ഇനിയിപ്പോൾ പാണിയിൽ പോരി വെച്ചിട്ട് കാണാം. നമ്മൾ ഏകദേശം ഒരു 12 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടേ നമ്മുടെ പാണിയിലിപ്പോൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, പാർക്കിംഗ് നിരക്കൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു സ്പേസ് ആണ്. ഞാനൊരു 4 വർഷം മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ധീരജ് ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ പുള്ളി ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ആ എൻട്രൻസിൻ്റെ അടുത്തേക്ക് പോവാം. അത് കയറിക്കോ. ഹെൽമെറ്റ് വേണ്ടടാ? ഹെൽമെറ്റ് വേണം, അവിടെ വരെ പോകണം. എന്നാലും എടുത്തു. ആക്സിഡന്റ് എപ്പോഴാ പറ്റാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ പാണിയേലി പോരിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കാടിന് നടുക്ക് ഈ മരത്തിനോടൊക്കെ ചേർന്നിട്ടാണ്, ഈ മരങ്ങളുടെ ഇടയിലാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് 2 വീലറിനുള്ളത്. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിൽ കാണുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ കാണുന്നതാണ് കാറുകളുടെ പാർക്കിംഗ് സ്പേസ് ഈ ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് 2 വീലറിനാണെങ്കിൽ ഏകദേശം ഒരു 10 രൂപ 20 രൂപ നിരക്കാണ് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്. നമ്മുടെ ഈ പാർക്കിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇത് കാണാം കേട്ടോ എൻട്രൻസ്. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. എടാ എത്രയാടാ? 50 രൂപ ഒരാൾക്ക്. ഒരാൾക്ക് 50, പിന്നെ 2 വീലർ ഒരാൾക്ക് 50 ആണോ 2 പേർക്ക് 50? 2 പേർക്ക്. ഒരാൾക്ക് 50. എങ്ങനെ? 50 100 110 മൊത്തം അല്ലേ? അതെ കാണിച്ച ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. അഡൽട്സിന് 25 അല്ല കേട്ടോ, അഡൽട്സിന് 50 ആണ് ഒരാൾക്ക്. കൂടാതെ തന്നെ 2 വീലറിന് 10 രൂപയും കൂട്ടിയിട്ട് 110 രൂപയായി. ഗൈസ്, അങ്ങനെ നമ്മളെ പാണിയേലിപ്പോര് ആ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് പുഴയും അവിടുത്തെ കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള പിഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേഗം നടന്നാൽ വേഗം പോയി ചടാം. നല്ല തിരക്കുണ്ടല്ലേ? അന്നിപ്പോൾ ഒന്നും തിരക്കും ഉണ്ടായിരുന്നില്ല. അതെ, ഇത് പെട്ടെന്ന് തിരക്കായി കേട്ടോ. ഇവിടെ ഈ ഇതിനോട് ചേർന്ന് നമ്മുടെ പോകുന്ന വഴിയോട് ചേർന്ന് ചെറിയൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്നാക്സോ അല്ലെങ്കിൽ ചായയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാം കേട്ടോ. നമ്മൾ
തിരിച്ചു വന്നിട്ട് ചായ കുടിക്കലല്ലേ? ഇത് വന്നിട്ട് വരും. അതോ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു ഒന്നുകൂടെ വന്നിട്ട് നമുക്ക് ചായ കുടിക്കാം അല്ലേ? കുളി കഴിഞ്ഞിട്ട് വരണമെന്നില്ല, അവിടെ പോയിട്ട് കാഴ്ച കണ്ടിട്ട് ഒരു ക്ഷീണം വരുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ച് സെറ്റാവാം. എത്ര മണി തൊട്ട്? 8 മണി തൊട്ട് 8 മണി തൊട്ട് 4 മണി വരെയാണ്. 8 മണി തൊട്ട് 4 മണി വരെ കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സജ്ജീകരണം ഉള്ളത്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചായക്കട അവിടെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു 1-2 സ്ഥലങ്ങളിലായിട്ട് ചായക്കടകളുണ്ട്. 2-3 വീടുകളുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ചായക്കടയായിട്ട് അത് സെറ്റ് ചെയ്ത് മാറ്റിയേക്കാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റിന് ഉപരിയായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ക്യാമറ അല്ലെങ്കിൽ DSLR അല്ലെങ്കിൽ മിറർലെസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വലിയ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഫോൺ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ ഒരു ടോയ്ലറ്റ് ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് അടിപൊളി ടോയ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാം നമുക്കിവിടെ. ചേട്ടായി വന്ന ഇടയ്ക്ക് ഇങ്ങനെയായിരുന്നു ഇവിടെ? ഇല്ലടാ, ഇത്രയും ഡെവലപ്ഡ് അല്ല. വന്ന സമയത്ത് ഇങ്ങനെ ഒരു വഴിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. റീൽസ് ഒക്കെ ഇട്ടുള്ള സെറ്റപ്പ്. നീ ഫസ്റ്റ് ടൈം വരുന്നോണ്ട് നിനക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നൂല. നേരത്തെ വരണ്ടായിരുന്നു. അത് നിനക്ക് വരണതിന് പ്രശ്നം ഉണ്ടായിരുന്നോ? നിന്റെ വീടിൻ്റെ അടുത്തല്ലേ, തൊട്ടടുത്ത്. അവിടെ ഒരു വലിയ ടോയ്ലറ്റ്, ഇവിടെ ഒരു ഹട്ട് പോലെ പണിത ടോയ്ലറ്റ്. ഇത് മൊത്തം ടോയ്ലറ്റിന്റെ കളിയാണ് ഇവിടെ. ഈ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്ന വഴിയണ്ട, ഈ വഴിയിലൂടെ കുറേ അങ്ങോട്ട് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്നു. ഇനിയും നടക്കാണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, നടക്കാൻ കിട്ടോ പോലെ നല്ല രീതിയിൽ നടക്കാൻ കിട്ടോ. പക്ഷേ നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കല്ല് പാകിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു പകുതി വഴി വരെ, ഇപ്പം ഇവിടം വരെ കല്ല് കാണുന്നുള്ളൂ. അങ്ങോട്ടും ഉണ്ടല്ലടാ, അവിടെ ഉണ്ട്. മണ്ണ് വന്നും കൂടിയൊക്കെയാന്ന് തോന്നുന്നു. മഴയൊക്കെ വരുമ്പോൾ ചെളിയാണ്. അവിടെ വെള്ളം കയറും തോന്നണം കേട്ടോ. വിട്ടാറില്ല, ഡാം കയറുന്നിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറുമോ എന്നറിയില്ല. നമ്മളിപ്പോൾ ഏകദേശം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ആ പാണിയേലിപ്പോര് ആ പുഴയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബാക്ക് സൈഡിൽ കാണുന്ന കേട്ടോ പുഴ. അതിനോട് ചേർന്ന് തന്നെ ഒത്തിരി ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരേണ്ടതാണ്. ഈ കാഴ്ചകളൊക്കെ കാണേണ്ടതാണ്. ശരിക്കും നല്ല അടിപൊളി ഓർഗനൈസേഷനാണ് ശരിക്കും ഇവിടെ നമ്മുടെ ടൂറിസം വകുപ്പ് നടത്തിയേക്കുന്നതെന്ന് പറയാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും നമ്മൾ പണ്ടേ ഭൂതത്താങ്കെട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഏറുമാടം കണ്ടായിരുന്നു. ആ ഏറുമാടം ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഇതും ഇപ്പോൾ നിലവിൽ കയറാൻ പറ്റില്ല. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കോണി അപകടത്തിൽ കയറരുതെന്നും പറഞ്ഞിട്ട്. ഇവിടെ നിറയെ കപ്പിൾസും ഫാമിലിയൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ വേണം നടക്കണം. ഇവിടെ കുളിക്കണ ഏരിയ എവിടെ ആയിരിക്കുമോ? ഇച്ചിരി പേരെന്താണ്? എൻ്റെ പേര് വത്സല ആണല്ലേ. ഇവിടെ എന്തായിട്ടാണ് നമുക്ക്? ഇവിടെ ഗൈഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സഞ്ചാരികളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കണം? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ? അതെന്ന് ആഴമേറിയ കയങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ ഇറങ്ങാതിരിക്കുക. പിന്നെ അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങുക. അതൊക്കെയാണ് സുരക്ഷിതമായ കാര്യങ്ങൾ. ആണല്ലേ. പിന്നെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഡേഞ്ചർ ആയിട്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചുഴികളുണ്ട്, പാറക്കലങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പോയിന്റിൽ ആള് നിൽക്കുന്നത്. ഇത് 2005 മുതൽ പ്രവർത്തനം ആരംഭിച്ചേക്കണെയാണ്. ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞതോടുകൂടി കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. മീൻ പിടിക്കാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. 4 വർഷത്തിന് മുമ്പൊന്നും മീൻ പിടിക്കാനൊന്നും ആരെയും ഇറക്കിയിട്ടില്ല. കാരണം ഇവിടെ മരണങ്ങൾ കൂടുതലുള്ള സ്ഥലമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം വർഷത്തിലെ 7-15 ആൾക്കാരൊക്കെ മരിച്ചു പോകുന്ന ഒരു സ്ഥിതി. 2013 മുതൽ ഇങ്ങോട്ട് ആരും ഒരു അപകടത്തിൽ പെട്ടിട്ടില്ല. കാരണം ഞങ്ങളിങ്ങനെ എല്ലാ പോയിന്റിലും ശരിക്കും നിങ്ങളുടെ ഒരു വിജയമാണ്. ഞങ്ങളുടെ വിജയമാണ്. ഇനി അത് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോ ഇവിടെ എത്ര പേര് സ്റ്റാഫ് ഉണ്ട്? ഞങ്ങള് 38 പേരാണ്. 14 പേര് വെച്ചാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. ചേച്ചിയുടെ വീട് ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്? ഇവിടെ അടുത്താണ്. ഞങ്ങൾ ഇവിടെ പരിസര പ്രദേശത്തുള്ളവരാണ് എല്ലാവരും. അപ്പൊ ഇതിനെ കുറിച്ചും ഈ സ്ഥലത്തെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നതാണ് ഈ നാട്ടില്. അപ്പൊ അന്ന് മുതൽ ഈ പുഴയും പരിസരങ്ങളും എല്ലാം നമുക്ക് അതെ. ഊഞ്ഞാലാട്ടം കഴിഞ്ഞോ?
അല്ല ഞങ്ങൾക്ക് ആടാനായിരുന്നു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? കൊച്ചിയാ? കൊച്ചി എവിടെ? ഫോർട്ട് കൊച്ചിയാ? ആ ചെല്ലാനം. എടാ അതെ ഊഞ്ഞാല് ഫ്രീ ആയിട്ടുണ്ട്, ആടണ്ടോ? അല്ല ഇരുന്നോ ചേച്ചി ഇരുന്നോ? അതെ നമ്മൾ ഊഞ്ഞാലിലാടാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഊഞ്ഞാല് ബുക്കിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല വെയിലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എടാ നീ എന്നെ എവിടെ നിൽക്കണേ? ആ നല്ല രസമുണ്ട് കേട്ടോ ഈ പുഴയൊക്കെ കാണാനായിട്ട്. ഇവിടെ താഴ്ച കുറവുള്ള സ്ഥലമൊന്നും അല്ലടാ. അതേ നീല കളറിൽ കിടക്കുന്നുണ്ടോ? അവിടെയൊക്കെ നല്ല ആഴമുണ്ട്. ആഴം മാത്രമല്ല കേട്ടോ, നല്ല എന്താ പറയാ, നല്ല അടിയൊഴുക്കുണ്ടാവും, അതുപോലെ തന്നെ വട്ടക്കുഴികളുണ്ടാവും. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ ഒരു തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു പ്രദേശം കണ്ടിട്ടില്ല അല്ലേ? തട്ടേക്കാട് പൂലത്താൻകെട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ പോലും ഇത്ര ആളുകളെ കാണാറില്ല. അതെ ഇത് ഭയങ്കര ശരിക്കും നല്ല തിരക്കുണ്ടല്ലേ? അതെ കുറെ പേര് വരുന്നു, കുറെ പേര് പോകുന്നു. അതെ ഒരു തുരുത്ത് കണ്ടോ? ക്ഷീണിതനായി. നല്ല തിരക്കാണത്. ഈ ബാക്ക് സൈഡിൽ നമുക്കൊരു ചെറിയൊരു വള്ളി മരം എന്താ പറയുക കാട്ടുവള്ളി തൂങ്ങി കിടക്കണ്ടേ മരത്തിൻ്റെ. ഈ ചേച്ചിമാരോടെ ഭയങ്കര ക്ലീനിങ് ആണല്ലോ. ഇത് എപ്പോഴും ഉണ്ടോ ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമോ? കാലത്തെ മുതൽ 4:45 വരെ. പേരെന്താ ചേച്ചിയുടെ? മല്ലിക. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഞാൻ ചേച്ചീനെ അവിടെ വെച്ചിട്ടൊരു ചേച്ചിനെ കണ്ടായിരുന്നു. ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ശരിയാണ്, അങ്ങോട്ടൊന്നും പോട്ടെ. അതെ അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിയില്ലേ നല്ല രസമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിമാർ ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഒരു കൊടും കാടിന് നടുക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയുടെ ആ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിന് അത്രയ്ക്ക് കുളിർമയേകുന്ന കാഴ്ചയാണ്. അതിനൊപ്പം തന്നെ ഇതിനോട് തൊട്ടടുത്ത് ഉള്ള പുഴ ഒഴുകുന്ന സൗണ്ടുകളും കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നമ്മളിവിടെ വന്ന് ഈ കാഴ്ചയും അതുപോലെ തന്നെ ഈ പുഴയുടെ കുറേ അടിപൊളി ദൃശ്യങ്ങളും എൻജോയ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഭൂതത്താൻകെട്ടിൽ ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ശരിക്കും ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഭൂതത്താൻകെട്ട്. ആ പുഴയുടെ സൈഡിൽ നമ്മുടെ പഴയ ഭൂതത്താൻകെട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ. പക്ഷെ അതൊന്നും ഇതുമാതിരി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പ്ലാസ്റ്റിക്കും ഇല്ല, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പറഞ്ഞത്. ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് കേരളത്തിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ചെല്ലുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഒരു തരി പ്ലാസ്റ്റിക് ഇല്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിക്ഷേപിക്കാനായിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മളിങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഒത്തിരി ഫോട്ടോ പോയിന്റുകളുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ നമ്മുടെ പാണിയേലിപ്പോര് ആ ഇക്കോ ടൂറിസം സെൻ്ററിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ബാക്ക് സൈഡിൽ കണ്ടോ നിറയെ ആളുകൾ ഇങ്ങനെ വെള്ളത്തിലിറങ്ങിയിട്ടും ആ പാറയുടെ മുകളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഏരിയയിൽ ഒത്തിരി ആഴോ ഒത്തിരി ഒഴുക്കോ ഇല്ലാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും അങ്ങോട്ടേക്കൊന്ന് നടന്നു നോക്കാം. ആൾക്കാരെ തട്ടിട്ട് നടക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയായി. ഇത് ബാക്ക് സൈഡിൽ ബാഗുകളൊക്കെ വെച്ചേക്കണുണ്ടോ, നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുളിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാണോ എന്തോ ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട്. ഒത്തിരി ഡേഞ്ചർ അല്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു.
അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ പാലങ്ങൾ വെച്ചിട്ട് അപ്പുറത്തേക്ക് കടത്തി വിടുന്നുണ്ട്. നമ്മളിനി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇത്. കണ്ടോ കാഴ്ച, ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതാണ് വട്ടക്കുഴികൾ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതൊന്നും അത്ര ആഴമുള്ള കുഴികളല്ല, ഇത് മുകൾ ഭാഗത്തുള്ള കുഴികളാണ്. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ മണൽ വെച്ചിട്ട് ഇവർ തന്നെ അടച്ചിട്ടുണ്ട് അപകടം ഉണ്ടാവാതിരിക്കാനായിട്ട്. സൂക്ഷിച്ചോ കേട്ടോ. ഇതുപോലെ തന്നെ വലിയ വട്ടക്കുഴികൾ ഈ ജലം ഒഴുകുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ പൊക്കത്തിലോ അല്ലെങ്കിൽ രണ്ടാൾ പൊക്കത്തിലുള്ള വട്ടക്കുഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റക്കായി പോവും, പിന്നെ നമുക്ക് പോരാനും പറ്റില്ല. നമ്മളങ്ങനെ വട്ടക്കുഴിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ ആ കാണുന്ന അങ്ങോട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ ഒരു ചെറിയൊരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ചെറുതെന്ന് പറയാൻ കഴിയില്ല, നല്ല വലുപ്പത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആ പാണിയേലി പോര് എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ അവസാനത്തെ അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിൽ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഇനി പോകാൻ കഴിയില്ല. ഇവിടെ വരുമ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുത്തി ഒലിച്ച് വരുന്ന ഈ പുഴയും ആ പുഴയുടെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ധീരജ അവിടെ നിന്നിട്ട് അതിൻ്റെ വിഷ്വൽസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നേരം അതീക്കടെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. നല്ല വെയിലാണ് പുറത്ത്. അവിടെയൊക്കെ നടന്നിട്ടിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ഇത്തിരി ആഴമില്ലാത്ത നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല കൂളിംഗ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അടിപൊളിയാവാമെന്ന് വിചാരിച്ചു. അടിപൊളി, ഒരു രക്ഷയില്ല. ആണോ? സൂപ്പർ നമുക്ക്. എത്ര നേരം ചൂടത്തിരുന്നതിൻ്റെ ഗൈസ്, ആകെ ചെറിയൊരു സ്പേസേ കിട്ടുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ ഇറങ്ങി കുറേ നേരം കിടക്കണം. ആഹാ, നീ എന്താണ് ചെരുപ്പ് വേണോ തീർച്ചേ? അതിന് മാത്രം നമ്മൾ കാട്ടിക്കിടൊന്നും പോകുന്നില്ലല്ലോടാ. അങ്ങനെയൊക്കെ കാണിക്കണമല്ലോ. ആണോ? നീ ഇതേ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കെ, എന്നാ തണുപ്പാ നോക്കി. എനിക്ക് തണുപ്പൊന്നുമില്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുക. മോനെ ധീരജ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. നല്ല തണുപ്പ്. രാവിലെ ഒരു 10:00 കൂടി നമ്മൾ പാണിയേലി പോരിലേക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ അടിപൊളി എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് വനസൈ എന്ന് പറഞ്ഞൊരു ഇക്കോ ഷോപ്പുണ്ട്. അവിടെ നിന്ന് 2 പാത്രം ഐസ്ക്രീമും മേടിച്ച് തന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാനും ധീരജും, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനും ധീരജും ഒത്ത് ഉള്ള ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അയാമക്കി സൈനിങ്.